Superstar Junior, powered by Nirabara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges, Vijay Chetta. Yo. Sujata Chichi. Yes. But you're looking very pretty as usual, Chichi. Yes. And Stephen Chetta. Okay. And നമ്മുടെ Star Orchestra പുലികൾ. Okay. So Anjali. അപ്പോൾ നമ്മുടെ സെമി ഫൈനൽ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. പക്ഷെ ഒരു കാര്യം ചെയ്യാം. എന്താണ്? എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികളുടെ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ശരിയാണ്. സെമി ഫൈനൽസ് എന്ന് പറയുമ്പോൾ അവരൊക്കെ ആകെ കോമ്പറ്റീഷനും ഒക്കെ കൂടി തലയിൽ കയറിയിട്ട് ഭയങ്കര ടെൻഷനിലായിരിക്കും. അതെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ മൊത്തം ടെൻഷനും ഒരു എനർജറ്റിക് പെർഫോമൻസിനും വേണ്ടിയിട്ട് നമുക്ക് തുടക്കം നമുക്കൊരു കിഡിലൻ ജാമിങ് സെഷൻ ആയാലോ? എന്തായാലും എല്ലാവരും ഒരുമിച്ച്, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ ജാമിങ് അല്ലേ, എന്തും ജാമിങ്ങിൽ അങ്ങനെ എന്തും വായിക്കാമല്ലോ. അപ്പോൾ ഞാനൊരു ഇതിലിങ്ങനെ തുടങ്ങും, അത് കഴിഞ്ഞ് ഞാനൊരു ജോൺറെ വായിക്കും, ഒരു ജോൺറെ, വെസ്റ്റേണിലൊരു ജോൺറെ, അത് കണക്ട് ചെയ്തിട്ടൊരു പാട്ട് വായിക്കും. അപ്പോൾ എൻ്റെ കൂടെ എല്ലാം ചേരുമോ? എല്ലാവരും ചേരും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ട് അറിയിച്ചാൽ നിങ്ങൾ കൂടെ പാടണേ കേട്ടോ. So let's start this episode with the jamming session by Stephen Chettil. Stephen Chettil. Ready? Oh, ishra. ആരാണിത്? My cat.
Thank you so much. Deepan ചേട്ടാ, വിജയ് ചേട്ടാ, സുജാത ചേച്ചി. എനർജി. ഒരു ഇലക്ട്രിഫൈങ് പെർഫോമൻസോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. Okay, so let's invite our first contestant, Sri Lakshmi. Sri Lakshmi. Sri Lakshmi കുട്ടി. ചേട്ടാ. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ എന്താ ഇലക്ട്രിഫൈങ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതെ, അടിപൊളി സ്റ്റാർട്ട് ആയിരുന്നില്ലേ നമ്മള്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ശ്രീ ലക്ഷ്മിയാണ് തുടങ്ങാൻ പോകുന്നത്. പെട്ടെന്ന് പറഞ്ഞോളൂ, ആദ്യം ഏതാണ് റൗണ്ട്, ഏതാണ് പാട്ട്? ട്രിബ്യൂട്ട് ലെജൻഡ്. ട്രിബ്യൂട്ട് ലെജൻഡ്. ഓക്കെ, സോ ഏത് ലെജൻഡ്? എം.എസ്. വിശ്വനാഥൻ സർ. ആഹാ. ആഹാ, അപ്പോൾ okay. എം.എസ്. വി സാറിന്റെ ഏത് പാട്ടാണ്? ഉയർന്ന മനിതൻ എന്ന ഫിലിമിലെ സുശീലാമ്മ പാടിയ നിർത്തും ഞാൻ പറയാം ബാക്കി. പറയൂ. സുശീലാമ്മയുടെ ഏറ്റവും നാളെ ഇന്ത വേള പാർത്തല്ലേ. ഓക്കെ, അവിടെ സുശീലാമ്മയുടെ കംപ്ലീറ്റ് എന്താ പറയാ അറിയാവുന്ന ഒരു വലിയ ഫാനാണ്. അപ്പൊ സെമി ഫൈനലുമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേച്ചി.
ലക്ഷ്മിക്കുട്ടി പെഡായിട്ട് പാടി. ഇപ്പൊ ഞാൻ കൊറേ ആയില്ലേ അത് ഉപയോഗിച്ചിട്ട്. ശ്രീലക്ഷ്മി കുട്ടിയുടെ അപ്പോ സെമി ഫൈനലിലെ ലാസ്റ്റ് സോങ് ആണ്. നമുക്ക് സുജാത ചേച്ചിയിൽ നിന്ന് തുടങ്ങാം. യെസ്. ശ്രീലക്ഷ്മി കസാതി. മിക്ക മ്യൂസിക് ഡയറക്ടേഴ്സിനടുത്ത് ചോദിച്ചാൽ അവരുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഈ പാട്ടുണ്ടാവും. കാരണം എല്ലാ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞ രാജാ സാറ് തൊട്ട് രാജാ സാറ്, ജോൺ ചേട്ടൻ, എല്ലാവരും പറഞ്ഞ വിദ്യാജി, എല്ലാവരും പറയുകയാണെങ്കിൽ അവരുടെയൊക്കെ ഐഡൽ എന്ന് പറഞ്ഞ MSV സാറാണ്. അവരുടെ എല്ലാവരുടെയും അദ്ദേഹം ചെയ്തു വച്ചേക്കണ പാട്ടുകളുടെ വെറൈറ്റി, ആ മെലഡി എന്ന് പറഞ്ഞാൽ ആ ഇത് അയ്യോ, ഹിസ് തോട്ട്സ് ആർ ഇറ്റ്സെൽഫ് ഭയങ്കര ഡിഫറെൻറ്റാണ്. ആ പാട്ടുകൾ സുശീലാമ്മയുടെ ആ സമയത്ത് ഈറയിലത്തെ പാട്ടുകൾ പഠിച്ചാൽ ശരിക്കും മതി. കാരണം അത് തന്നെ ഡിഫിക്കൽട്ടാണ്. ഞങ്ങൾ സുശീലാമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു, എങ്ങനെ ഒരു ദിവസം 5 പാട്ടൊക്കെ പാടുമല്ലോ MSV സാറിൻ്റെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സുശീലാമ്മ പറയാം, അതിന് മുമ്പേ സുശീലാമ്മ പാടിയിരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് MSVയുടെ ഈറയിലേക്ക് സുശീലാമ്മ വന്നത്. അതിന് മുമ്പേ പാടിയിരുന്ന തെലുങ്ക് പാട്ടുകൾ കേൾപ്പിച്ചു വന്നു. എൻ്റെ അമ്മേ, അത് ശരിക്കും ഈ ശരത്തിൻ്റെ പോലത്തെ ഇങ്ങനത്തെ ഫുൾ ഗമകമായിട്ടുള്ള പാട്ടുകൾ. സുശീലമ്മ അത് കഴിഞ്ഞ് വന്നപ്പോൾ MSVയുടെ ഭയങ്കര ഫൂന്നായിരുന്നു എന്ന്, അത്ര എളുപ്പമായിരുന്നു എന്ന് പാടാൻ. അപ്പോൾ അവരുടെ സ്റ്റൈലും സുശീലമ്മയുടെ സ്റ്റൈലും ആദ്യം ഭയങ്കര ഒരു കർണാട്ടിക് വോയിസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതിലേക്ക് ഇങ്ങോട്ട് മാറാൻ ഹെൽപ്പ് ചെയ്ത് MSV സാറിൻ്റെ പാട്ടുകളാണ് ഇങ്ങനെ ഒരു ഫിലിം ടോൺ കൊണ്ടുവന്ന്. പക്ഷെ ഭയങ്കര ഡിഫറൻസ് ആ പഴയ പാട്ടുകളും ഇതും നോക്കുമ്പോൾ. സുശീലമ്മയുടെ പാട്ടെടുത്ത് വന്നതിന് താങ്ക്സ്. അതുപോലെ കുറച്ച് ലിറിക്സ് മോളുടെ കുറേ സ്ഥലത്ത് ഇതുണ്ട്. പാൽ പോലവേ വാൻ മീതിലേ തന്നെയാണ്, വാൻ മീതില അല്ല, വാൻ മീതിലേ. പിന്നെ നാളെ ഇന്ത വേളൈ, നാളെ ഈ സമയത്ത്, നാളെ ഇന്ത വേളയെ പാർത്ത് ഓടിവാ. അപ്പോൾ നാളെ ഇന്ത വേളൈ പറയാനേ പാടില്ല, വേളൈ തന്നെ പറയണം. പിന്നെ അതുപോലെ ചരണത്തിലും കുറേ സ്ഥലത്ത് തെറ്റുകളുണ്ട്. ലിറിക്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു സംഗതി വിട്ടുപോയല്ലോ. പക്ഷേ അതെവിടെ? അത് പാടിയില്ലോ. അയ്യോ, മിസ്സായതാണ്. അത് പാടൂ, അത് പാടാതെ ഞാൻ വിടില്ല. കുറച്ച് വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ഗ്രിപ്പായിട്ടാണ് അത് പാടുന്നത്. പക്ഷെ ഓക്കെ, ഇത് ഒപ്പിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായി നീ എന്താ പാടാഞ്ഞത്. അതൊരു മനഃപൂർവ്വം വന്നൊരു മറവിയാണോ എന്നൊരു സംശയമുണ്ട്. എനിവേ യു ഡിഡ് യുവർ ബെസ്റ്റ് മോളെ. വെരി ഗുഡ്. താങ്ക് യു ചേട്ടാ. എന്താ പറയുക, സുശീലാമ്മയുടെ പാട്ടുകൾ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു വേറൊരു ലെവലിൽ വെച്ച് കേൾക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. സോ കുറേ പാട്ടിൽ കേട്ടിട്ടുണ്ട്. ഈ പാട്ട് ജസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശ്രീലക്ഷ്മി അത് വളരെ സ്വീറ്റായിട്ട് അത് പാടുകയും ചെയ്തു. സോ അതുകൊണ്ട് ഞാൻ ആ പാട്ടിലേക്ക് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സോ റിയലി വെൽ ഡൺ. ഐ തിങ്ക് വൺ ഓഫ് യുവർ നൈസ് ഒരു സട്ടിൽ സോങ്, ഒരു മെലഡി സോങ് ആണെങ്കിലും സുജി പറഞ്ഞ MSV സാറിൻ്റെ ട്യൂൺസിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇൻ ഡെപ്ത് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഈ ഒരു സംഗതി പോലെ തീർച്ചയായിട്ടും ഇറ്റ്സ് നോട്ട് വെരി ഈസി ഓൾസോ. പക്ഷെ അത് വളരെ അറ്റ് ഈസ് ആൻഡ് വളരെ സൂതിങ് ആയിട്ട് ശ്രീലക്ഷ്മി അത് പാടി. സോ a big round of applause to you for that. And വേറെ കൂടുതലൊന്നും പറയാനില്ല. All the best. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. ശ്രീലക്ഷ്മി ചേട്ടാ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. ശ്രീലക്ഷ്മി മുന്നേ കുറേ പാട്ടുകൾ പാടി. ചില പാട്ടുകളൊക്കെ ശ്രീലക്ഷ്മി നന്നായി പാടി. ആ പാട്ട് ചില പാട്ടുകളൊന്നും ശ്രീലക്ഷ്മി ചേരില്ല പാടുമ്പോൾ. ചിലപ്പോൾ സ്വരത്തിന് ചേരുന്ന ഇത് ആപ്റ്റായിരുന്നു. ഈ പാട്ട് കറക്റ്റാണ് ആ ശ്രീലക്ഷ്മിയുടെ വോയിസിനും ആ സ്റ്റൈലിനും. അപ്പോൾ സെലക്ഷൻ നല്ലായിരുന്നു, അതിനാണ് പോയിന്റ്. പിന്നെ നന്നായി പാടി. ഞാൻ ഈ പാട്ട് കുറേ സ്റ്റേജിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും ചിലർ പാടുമ്പോൾ. ഈ അത് നല്ല രസമുള്ളൊരു സ്ഥലം. അത് ഞാൻ വിചാരിച്ചു അത് വരുന്നു. പിന്നെ കുഴപ്പമില്ല,
അപ്പൊ മനസ്സിലായി എന്താന്ന്. വെറുതെ പറഞ്ഞോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് ടെസ്റ്റ് ചെയ്തു. അത് ശരി. താങ്ക് യു ഫോർ ബ്രിങ്ങിങ്. ഞാനും നല്ല ലയിച്ച് കേട്ടു ശരിക്കും. എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ ഗുഡ് ട്രീറ്റ് ആക്ച്വലി. താങ്ക് യു ഫോർ ദ ട്രീറ്റ് വാവേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേട്ടാ. മാർക്സ് അറിയാം? അറിയാം. Okay. ഓക്കെ. വിജയ് ചേട്ടാ. ഫൈനൽ സെമി ഫൈനൽ മാർക്ക്. ഫൈനൽ സെമി ഫൈനൽ മാർക്ക്. ഫൈനലിലേക്കുള്ള സെമി ഫൈനൽ മാർക്ക്. ഫൈനലിലേക്കുള്ള സെമി ഫൈനൽ അതോ ആണോ? ആണോ? ദ ഗേറ്റ് വേ പാസ് ആണോ? താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി, നമുക്ക് ആദ്യം ചേച്ചിയുടെ അറിഞ്ഞിട്ട് പിന്നെ സ്റ്റീവൻ ചേട്ടനിലേക്ക് പോവാം. അതിലിവിടെ ഒരു മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒരു സംശയമുണ്ട്. ആ ഒരു 0.5 ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഓക്കെ ആണോ? ആ സംഗതി പാടാത്തോണ്ട് അത് ഓക്കെ ആണോ? അതോ അത് കുഴപ്പമില്ല. അത് യുവർ ഡിസിഷൻ. യു ആർ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആൻഡ് യു ഹാവ് ദ റൈറ്റ് ടു മേക്ക് ദ ഡിസിഷൻ. യു ആർ ദ. അത് അവള് അറിഞ്ഞോണ്ടോ അറിയാണ്ടാണോ പാടാണ്ടിരുന്നെന്നുള്ളതല്ല കാര്യം. പാടിയില്ല. സത്യസന്ധമായിട്ട് പറയും. അത് അറിഞ്ഞോണ്ട് മറന്നാണോ വിട്ടുപോയതാണോ? അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പേടിയുണ്ടായിരുന്നു അത് പാടാൻ. നല്ല പേടിയുണ്ടായിരുന്നു അത് പാടാൻ. നല്ലോണം പാടിയല്ലോ. പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞ ഇത് തന്നെയായിരുന്നു. അത് പാടിയാലും പാടിയില്ലെങ്കിലും ഇത് തന്നെയാണ് മാർക്ക്. ഓക്കെ, സോ സേഫ് ആയിട്ട് നമ്മുടെ അത് ബോക്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, ലോക്കറിലേക്ക് ഇട്ടു. ഇനി നമുക്ക് സ്റ്റീവൻ സ്റ്റീവൻ ചേട്ടൻ ചേട്ടൻ മാർക്ക് മാർക്സ്. അപ്പൊ 18 18 പ്ലസ് പ്ലസ് സുജാത ചേച്ചിയുടെ ആ ബോക്സിൽ ഇരിക്കുന്ന മാർക്സ്. മാർക്സ്. ഓക്കെ, അപ്പൊ എല്ലാ സെമി ഫൈനലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് പാട്ട് സെലക്ട് ചെയ്തത് എൻ്റെ ടീച്ചറാണ്. Okay. പിന്നെ ടീച്ചറുടെ എൻ്റെ പേര്, ടീച്ചറുടെ പേര്? ശ്രീജ ടീച്ചർ. ശ്രീധ. ടീച്ചർ. പിന്നെ എൻ്റെ ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്, രജനി ടീച്ചർ. ഓക്കെ. ടീച്ചർ MSV സാറിൻ്റെ ആ. സിസ്റ്ററിൻ്റെ മോളാണ്. ഓ, ഓക്കെ. അപ്പോൾ ടീച്ചറും അജയൻ അങ്കിളും ഹസ്ബൻഡാണ്. അവർ രണ്ടുപേരും കൂടി എനിക്ക് ക്ലിയർ ചെയ്ത് തന്നു പാട്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊരു വലിയ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പോഴും ഒരു സംഗതി മറന്നു. ആ സംഗതി അവർ ക്ലിയർ ചെയ്തില്ല അല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ശ്രീലക്ഷ്മി. തുടർന്നും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയാ ഫിനാലെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ. ബ്യൂട്ടിഫുൾ ഫീൽ. അമേസിംഗ് ഫീൽ. ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ സാരമില്ല, മേലെ എങ്ങനെ പാടുന്ന ആലോചിച്ചു മേലെ കലക്കി. ഹിമബിന്ദുഹാരം ചൂടി പുലരിപ്പൊൻ ചായം പൂശി ലാസ്യവതിയായി ദേവി വരുമോ. ഉഗ്രൻ പെർഫോമൻസസ് കാഴ്ചവെച്ചിട്ടാണ് പോയതെന്ന് സന്തോഷിക്കാം. நினைத்தாலே சுகந்தானடா நெஞ்சில் உன்முகந்தானடா ஐயையோ மறந்தீனடா உன் பேரை தெரியாதடா. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഋതു. ഋതു കൃഷ്ണ. ഋതു കുട്ടാ ചേച്ചി, ഞങ്ങളുടെ കയ്യിൽ കുറെ ഇങ്ങനെ എക്സ്പെക്ടേഷൻ ഉണ്ട് കേട്ടോ. ഋതു ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ഇങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കാണ്. അതെ, പല പല അറ്റയറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ ഏത് റൗണ്ടാണ്, ഏത് പാട്ടാണ്? മദേഴ്സ് ചോയ്സ്. മദേഴ്സ് ചോയ്സ് ആണ്. അപ്പൊ നമുക്ക് അമ്മയോട് ചോദിക്കാം. യെസ് ആന്റി, പറയൂ. നമ്മുടെ ഋതുക്കുട്ടന്റെ ഇതുവരെയുള്ള ഫുൾ പെർഫോമൻസസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ്. ഓഫ് കോഴ്സ് എല്ലാം ഇഷ്ടമായിരിക്കും, പക്ഷെ ഫേവറേറ്റ് വൺ കഴിഞ്ഞ എപ്പിസോഡ് പാടിയ പാട്ട് ഒത്തിരി ഇഷ്ടമായി. ഏതാണ്? സൂര്യകിരീടം. സൂര്യകിരീടം. ഓക്കെ, ഓക്കേ. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഇന്ന് കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിലെ മനതാരിൽ എന്നും രവീന്ദ്ര മാഷിന്റെ. ഓക്കെ, ഓക്കേ. സോ വളരെ എന്താ പറയുക നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സോങ് തന്നെയാണ്. പേടിയൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സരിഗ പനി സ സനി പ
గరి సా సరిగ పని సా సని పగరి సా മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ. ഹിമബിന്ദുഹാരം ചൂടി പുലരിപ്പൊൻ ചായം പൂശി ലാസ്യവതിയായി ദേവി വരുമോ ഏകാന്ത ധ്യാനം തീർക്കാൻ കനകനോപുരം കാണുന്നു കളകളാരവം കേൾക്കുന്നു മൃദുലം മൃദുലം തവ നടനം മധുരം മധുരം മധുവചനം മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ. അമലേ നിൻ രൂപം കാണാൻ അഭിലാഷമെന്നിൽ നിറയെ പാദചലനം കേട്ട കുളിരിൽ ആലോലമാടി മോഹം ഇനിയുമെന്നെ നീ പിരിയല്ലേ ഇനിയൊരിക്കലും പോകല്ലേ മൃദുലം മൃദുലം തവ നടനം മധുരം മധുരം മധുവചനം മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ. ഉഗ്രൻ പെർഫോമൻസസ് കാഴ്ചവെച്ചിട്ടാണ് പോയതെന്നാണ് സന്തോഷിക്കാം. ബ്യൂട്ടിഫുൾ ഫീൽ, അമേസിംഗ് ഫീൽ. ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ സാരമില്ല, മേലെ എങ്ങനെ പാടുന്ന ആലോചിച്ചോ മേലെ കലക്കി. മനം വിരുമ്പുതേ ഉറങ്ങാമലേ കണ്ണും കണ്ണും സண்டை போடுதே. It was not a good performance. Maybe it's an excellent performance. It was an excellent performance. Thank you. പുയൽ വന്ന പോലതൊരു വനമോ
പാട്ട് എന്ന് പറയുന്നത് ട്യൂൺ ഭയങ്കരമായി പാടുന്നതല്ല പാട്ട്. എത്രത്തോളം അതിൻ്റെ വരി ഉച്ചരിക്കുന്നോ അത്രയും വാല്യൂ ഉണ്ട്. അസാധ്യമായിട്ട് പാടി. ഋതു വെരി നൈസ്. അതെ, നല്ല വളരെ song ആണ്. നന്നായി പാടി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കമന്റ്സിലേക്ക് കിടക്കാം. നേരെ നമുക്ക് നേരെ 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 ഓക്കെ വിജയ് ചേട്ടാ. ഋതു ചേട്ടാ എന്താണ് വൻ പോക്കാണല്ലോ, ഒരു ഭയങ്കര ഫോമിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ട് വാക്കും പറഞ്ഞത് ടെൻഷനാവും. അതെ. പോക്കാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ടെൻഷൻ അടിപ്പിക്കാനല്ലേ നമ്മുടെ അതെ. അതെ നല്ല ഫോമിലാണല്ലോ എന്നാണ് പറഞ്ഞത്. ബ്യൂട്ടിഫുൾ ഫീൽ, അമേസിംഗ് ഫീൽ. ചരണം കഴിഞ്ഞ് പല്ലവിയിലേക്ക് പിന്നെയും വരുന്ന ആ യുനോ ഗ്രാജുവൽ ക്ലൈംബ് ഒക്കെ എന്താ ഹൈ നോട്ടൊക്കെ ക്ലീൻ ആയിരുന്നു. പിച്ചിങ് എവറിത്തിങ് വാസ് ജസ്റ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ടു പെർഫെക്റ്റ്. സൂപ്പർ. വേറെ കൂടുതലൊന്നും പറയാനില്ല. റിയലി ഒന്നാമത് ഗുഡ് ചോയ്സ്, അമേസിങ് കോമ്പോസിഷൻ രവീന്ദ്ര മാഷിൻ്റെ. ആൻഡ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ അപ്പ എങ്ങനെ പാടി വെച്ച് കാണും എന്നുള്ളത്. പക്ഷേ യു ഡിഡ് an amazing job today. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി ഇത് അസ്ലായി പാടി. ആ ഇത് രവീന്ദ്ര മാസ്റ്ററിന് ദാസേട്ടൻ എന്ന് വെച്ചാൽ ദാസേട്ടൻ്റെ വോയിസിലും സിംഗിങ്ങിലും രവീന്ദ്ര മാസ്റ്ററിന് ഭ്രമം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വേറെ ആരും രവീന്ദ്ര മാസ്റ്ററിന് ആക്ച്വലി ഹി വിൽ നോട്ട് ആക്സെപ്റ്റ്. വേറെ ദാസേട്ടന് വേണ്ടി വർഷങ്ങളോളം ഒരു പാട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ഇൻഫാക്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല, ഈ പാട്ട് പാടിയില്ലെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യില്ല എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് മാസ്റ്റർ. അത്ര ദാസേട്ടൻ്റെ പാട്ടിനെ ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും, പക്ഷേ മാസ്റ്ററിന് പ്രത്യേകിച്ച്. കാരണം മാസ്റ്റർ ദാസേട്ടന് വേണ്ടി തന്നെയാണ്. മാസ്റ്ററിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ വന്നതിന് ശേഷമാണ് ദാസേട്ടൻ്റെ ഈ ഒരു റേഞ്ച് എക്സ്പ്ലോയിറ്റ് ഏറ്റവും ചെയ്തേക്കണേ രവീന്ദ്ര മാസ്റ്ററാണ്. ഏറ്റവും മേലെയും ഇതിലും ഏറ്റവും താഴെയും അങ്ങനെ. പക്ഷെ മോന് താഴെ കുറച്ച് പാവം. എനിക്കതാണ് നല്ല കാറ്റ് വന്നു. കൊണ്ടുവാ കുഴപ്പമില്ല. ആദ്യം ഞാൻ സിനിമയിൽ പാടാൻ വന്നപ്പോഴൊക്കെ എനിക്ക് പോലും ഈ എന്താ വരില്ലായിരുന്നു. സോ എനിക്ക് ഈ വയസ്സിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാറ്റ് വന്ന് പാടിയല്ലോ, കുഴപ്പമില്ല. എനിക്കും പാടാൻ പറ്റുമോ സിനിമയിൽ? നീ ഇപ്പോൾ ഉറങ്ങി എണിച്ചത് കൊണ്ടായിരിക്കും. വന്നല്ലോ, ഞാൻ സിനിമയിൽ പാടാം. അത് ഏമ്പക്കം വിട്ടതാണ് നീ. എനിക്കിഷ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ സാരമില്ല, മേലെ എങ്ങനെ പാടുന്ന ആലോചിച്ചോ മേലെ കലക്കി. ഫീല് ഭയങ്കര രസമായിരുന്നു. ആസ് വിജു പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഫോമിലാണ് സെമി ഫൈനൽസിൽ. ഇപ്പോൾ ഞങ്ങളാണ് വെള്ളം. അതെ, ഞങ്ങൾ ഫോം സൈൻ ചെയ്യേണ്ടി വരും മിക്കവാറും. ഏതായാലും നോക്കാം, എല്ലാവരുടെയും മാർക്കൊക്കെ ഒന്ന് കൂട്ടട്ടെ. അതെ. പക്ഷേ ഫൈനലിലേക്ക് ഉണ്ടോ ഇല്ലയോ, മോന് ധൈര്യമായിട്ട് പോവാണെങ്കിൽ സന്തോഷമായിട്ട് പോവാം. പോകുന്നില്ലെങ്കിലും ഉഗ്രൻ പെർഫോമൻസസ് കാഴ്ചവെച്ചിട്ടാണ് പോയതെന്നാണ് സന്തോഷിക്കാം. താങ്ക് യു ചേച്ചി. ശിവൻ ചേട്ടാ മഞ്ഞ സൂപ്പറായിട്ട് കേട്ടോ. എന്താ പറയുന്നറിയില്ല, നന്നായിട്ട് നീ ആ പാട്ടിനെ നീ എടുത്തു. നല്ല ഫീലും നല്ലൊരു കിക്കായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഫുൾഫിൽ എന്ന് പറയില്ല, നമുക്ക് ആ ഒരു നമ്മൾ ഇഷ്ടപ്പെടും. അവിടെ അങ്ങനെ വന്നായിരുന്നെങ്കിൽ അതേ നീ അവിടെ എത്തിച്ചു. 2-3 സ്ഥലത്ത് എനിക്ക് ആ മിഡ് പല്ലവി തുടങ്ങിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു മിസ്സിങ് വന്നു ചെറുതായിട്ട് അവിടെ. അങ്ങനെയൊക്കെ ചെറിയ 1-2 ഇതും പിന്നെ ലോ പിച്ച് നിനക്ക് അത് ഓക്കെ, അതിൻ്റെ മാക്സിമം അത്. കാരണം നീ അതിൻ്റെ ഏറ്റവും പിച്ചിൽ പോകുന്നുണ്ട്, പിന്നെ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു അമേസിങ് കോമ്പോസിഷനും അത്രയും ഒരു ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട് സാർ. സത്യൻ സാറിന്റെ ലിറിക്സ് ആണോ? ലിറിക്സ് അവർ എഴുതിയിരിക്കുന്നു. വാവ്, നല്ലായിരുന്നു. നല്ലൊരു പ്രസൻറ്റേഷൻ എല്ലാം. യു സാങ് വെരി വെൽ. നല്ല സോൾഫുൾ ആയിരുന്നു, കേൾക്കാൻ ഭയങ്കര സുഖമുണ്ടായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നല്ല കമന്റ്സ്. അതെ, ഋതു ഒരു അമ്മ കുഞ്ഞാണെന്ന് തോന്നുന്നു. ഒരു അമ്മയുടെ പെറ്റാണ് അത് കഴിഞ്ഞ എപ്പിസോഡിൽ തെളിയിച്ചല്ലോ. അതെ. ഏത് മോനെ ഏത് പെണ്ണാ വേണ്ടേ?
അമ്മയോട് ചോദിക്കട്ടെ. അല്ല മോനെ ഏത് കഴിഞ്ഞ ഒരു എപ്പിസോഡിലും അമ്മയുടെ ചോയ്സ് അല്ലേ പാടിയത്? അല്ലല്ല, അത് മാർക്ക് വേണം, മാർക്ക് എത്ര വേണം? അതല്ല, അതിന് മുമ്പത്തെ എപ്പിസോഡ് മദേഴ്സ് ചോയ്സ് ആയിരുന്നില്ലേ? ക്ലാസിക്. പക്ഷെ അത് സെലക്ട് ചെയ്ത് തന്ന അമ്മയല്ലേ? ആ, എല്ലാ പാട്ടും അമ്മയാണ്. അപ്പൊ ഏകദേശം അമ്മയ്ക്കൊരു വലിയൊരു നന്ദി പറഞ്ഞോളൂ. അതെ അല്ലേ? അമ്മ ഹാപ്പി അല്ലേ? അമ്മ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് ഒരു ചോദ്യം കൂടെ, എന്ത് മാർക്ക് കൊടുക്കണം മകന്? അവിടെ കൊടു- അമ്മയാണ് പാട്ട് കൊടുത്താൽ പഠിപ്പിച്ചത്. മതി, എനിക്ക് അറിയില്ല. ഇഷ്ടമുള്ള കൊടുത്താൽ മതി പാട്ട് പഠിപ്പിക്കുന്ന അമ്മയാണ്. ആണോ? ഊരികിരീടവും ഇന്നലെ നീയും മനതാരിലൊക്കെ അമ്മയാണ് പഠിപ്പിച്ചത്. സെമി ഫൈനലിലെ അതെ, പാട്ടുകളെല്ലാം മനസ്സിലായി. അല്ല അമ്മയാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നത്. അപ്പൊ ഷുവർ ആയിട്ടും ശരിക്കും ഫൈനൽസ് അഥവാ നീ അവിടെ എത്തുകയാണെങ്കിൽ അപ്പോഴും അമ്മേന്റെ അടുത്ത് തന്നെ പഠിപ്പിക്കാൻ പറയണേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അച്ഛൻ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നേ അല്ലേ? അതുകൊണ്ട് അച്ഛനാണ് മേസ്ത്രി. അല്ല, അച്ഛൻ ഇപ്പൊ ഉള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് പഠിപ്പിക്കാൻ സമയം കിട്ടുന്നത്. അതെ, അങ്ങനെ ഒരു സംഭവം. എവിടെ ഇരിക്കട്ടെ അല്ലേ? അമ്മയ്ക്ക് നല്ല പാട്ടുകളുടെ ഒരു നമുക്കും വേണ്ട കുറച്ച് ക്രെഡിറ്റ് ഒക്കെ. അതെ, അമ്മയ്ക്ക് നല്ല പാട്ടുകൾ ചൂസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അച്ഛനായിരിക്കും അച്ഛനായിരിക്കും. അല്ലേ? അമ്മ സന്തോഷമാണ്, അച്ഛനും സന്തോഷമായി. നിന്റെ മാർക്കിന് ദാ പിടിച്ചോ. യെസ്, മാർക്കാണ് നമുക്ക് സന്തോഷം. സന്തോഷം. അതെ, താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ 8.5, 17.5 പ്ലസ് ഒരു 3 സെമി ഫൈനൽ പോട്ടെ. ആ 9 പേരെ വെച്ച് തിരിച്ചും സെമി ഫൈനൽ, വീണ്ടും സെമി ഫൈനൽ. മാർക്ക് ഇതാ. യെസ്, അതിൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് ഒരേ ഒരു ഇത്, നമ്മള് ഇത്ര നാളും വളരെയധികം മാർക്ക് കൊടുത്തുകൊണ്ടാണ് ഇത്തവണ കുറച്ച് പിടിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവര് നല്ലോണം പാടി തുടങ്ങിയെന്നൊരു സംശയം. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു റൗണ്ടില് എപ്പിസോഡിൽ നമ്മള് 6, 6.5 എന്നൊക്കെ കുറച്ച് ശരിക്കും അവര് തെറ്റിച്ച് പാടിയത് അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് പാടാത്തതുകൊണ്ടാണ്, മോശമായിട്ട് പാടിയതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് വന്നത്. പക്ഷെ അത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു അറ്റൻഷൻ ആയിരുന്നു തോന്നുന്നു, ഒരു വേക്കപ്പ് കോൾ ആയിരുന്നു തോന്നുന്നു. കുറെ പേര് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ സെമി ഫൈനലിൽ ഒരു നല്ല ഫോമിലിരിക്കുന്നത്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. സോ ലെറ്റ്സ് സീ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ മോനും ഇതേപോലെ ഫൈനൽസിലേക്ക് പോകാൻ ഭാഗ്യം ഉണ്ടാവട്ടെ, പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോനെ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ആൻ ബെൻസൺ. ആൺകുട്ടിയാണോ? അല്ല, ആൺകുട്ടി. സ്വഭാവത്തിൽ അങ്ങനെയാണെങ്കിലും റെഡിയാണോ? അപ്പോ റെഡിയാണ്. മോളുടെ ഫൈനൽ പെർഫോമൻസ് ആണോ? ആണ്. അപ്പൊ അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യണം അല്ലേ? അപ്പൊ ഏതാണ് റൗണ്ട് പറഞ്ഞോളൂ. ഞാൻ ഇറ്റ്സ് മൈ ഹീറോയിൻ. ഇറ്റ്സ് മൈ ഹീറോയിൻ. ഓക്കേ, ആരാണ് യുവർ ഹീറോയിൻ? സിമ്രാൻ. സിമ്രാൻ. ഓക്കേ ഓക്കേ, അതാണ്. ഓക്കേ, അപ്പോൾ അതിന് ഗ്ലിറ്ററിംഗ് ഡ്രസ് ഒക്കെ ഉണ്ട്. ഞാൻ ദേവാസ മ്യൂസിക് ചെയ്ത ഹരി മാം പാടിയ മനം വരുമ്പതേ. ഓക്കെ, നേർക്കുന്ന സിനിമയുടെ സോങ് ആണ്. ഓക്കെ, സോ എന്താ പറയാ, നല്ലൊരു അത്യാവശ്യം കുറച്ചൊരു പെപ്പി നമ്പറാണ്. ഡാൻസ് ഒക്കെ ഉണ്ടാവോ? ഉണ്ട്. അപ്പൊ അതൊക്കെ നടക്കട്ടെ. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു ഇത്തിരി സമയം വേണ്ട എല്ലാവർക്കും ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ, നമ്മുടെ ഡാൻസേഴ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ. അവരെ വിളിക്കണ്ടേ നമുക്ക്? അപ്പൊ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. സൂപ്പർ സ്റ്റാർ ജൂനിയർ ഒരു കുട്ടി ബ്രേക്ക്. പാട്ട് എന്ന് പറയുന്നത് ട്യൂൺ ഭയങ്കരമായി പാടുന്നതല്ല പാട്ട്. എത്രത്തോളം അതിൻ്റെ വരി ഉച്ചരിക്കുന്നോ അത്രയും വാല്യൂ ഉണ്ട്. അസാധ്യമായിട്ട് പാടി. മനം വിരുമ്പുതേ ഉറങ്ങാമലേ കണ്ണും കണ്ണും സண்டை போடுதே. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ ഇറ്റ്സ് മൈ ഹീറോയിൻ റൗണ്ടിൽ മനം വിരുമ്പുതേ എന്ന സോങ്ങുമായി ഞാൻ വരുന്നു. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജം 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 ജം.
തകതി തത്തിത്ത തകതികു തത്തിത്ത തകതി തത്തിത്ത തകതികു തത്തിത്ത തകതി തത്തിത്ത തകതികു തത്തിത്ത തകതി തത്തിത്ത തകതികു மனம் விரும்புதே உன்னை உன்னை மனம் விரும்புதே உறங்காமலே கண்ணும் கண்ணும் சண்டை போடுதே நினைத்தாலே சுகந்தானடா நெஞ்சில் உன் முகந்தானடா ஐயையோ மறந்தேனடா உன் பேரை தெரியாதடா மனம் விரும்புதே உன்னை உன்னை மனம் விரும்புதே அடடா நீ ஒரு பார்வை பார்த்த அழகாய் தான் ஒரு புன்னகை பூத்த அடி நெஞ்சில் ஒரு மின்னல் வெட்டியது அதிலே என் மனம் தெரியும் முன்பே அன்பே உந்தன் அழகு முகத்தை யார் வந்து இளமார்வில் ஓட்டியது புயல் வந்த போனதொரு வனமாயானதடா இன்னுள்ளம் உனது கரம் வைத்தால் இந்நிலைமை அது சொல்லும் மனம் ஏங்குதே மனம் ஏங்குதே மீண்டும் காக்கா மனம் ஏங்குதே நினைத்தாலே சுகந்தானடா நெஞ்சில் உன் முகந்தானடா ஐயையோ மறந்தேனடா உன் பேரை தெரியாதடா மனம் விரும்புதே மனம் விரும்புதே உன்னை உன்னை மனம் விரும்புதே உன்னை
പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. ശരിക്കും നമ്മുടെ ഡാൻസേഴ്സും അതെ അതെ, നല്ലൊരു വിഷ്വൽ ബ്യൂട്ടിഫുള്ളി ട്രീറ്റ്. ഡ്രെസ്ഡ്. യെസ്. അപ്പൊ നമുക്ക് മനം വിരുമ്പത് ആരാണ് ചോദിച്ചോക്കാം. യെസ് വിജയ് ചേട്ടാ. അഞ്ജലി എന്താ അങ്ങനെ പറഞ്ഞാണ് ഞാൻ എന്ത്? ഗുഡ് പെർഫോമൻസ് ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. അതുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് പെർഫോമൻസ്. മേ ബി ഇറ്റ്സ് ആൻ എക്സലന്റ് പെർഫോമൻസ്. ഇറ്റ് വാസ് എൻ എക്സലന്റ് പെർഫോമൻസ്. താങ്ക് യു. ആ ഡാൻസും പോലും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ പക്ഷേ എന്നാലും വാ ഒന്ന് കുറച്ചുകൂടെ ഒന്ന്, പക്ഷെ പാടിയത് തകർത്ത് കളഞ്ഞു. താങ്ക് യു ചേട്ടാ. കറക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് വീണു എല്ലാ സ്ഥലത്തും. മറ്റേ ആ സെക്കൻഡ് ചരണത്തിലൊരു സംഗതി അമ്മ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അമ്മ? അത് ഇല്ല, അവൾ തന്നെ പഠിച്ചതാണോ? അല്ല, എന്നാലും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അത് ശരിക്കും ഭയങ്കരമായിട്ട് അത് ഭയങ്കര ക്ലീൻ ഉഗ്രൻ ഒരു അടി തന്നെയായിരുന്നു അത്. ഒരു ഫ്രീ ഹിറ്റിൽ 6 അടിച്ച പോലെ. അതെ, താങ്ക് യു. ചേച്ചി. ആൺകുട്ടി സെമി ഫൈനൽസിൽ കലക്കുകയാണല്ലോ. ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ കുറച്ചൊക്കെ പരിഹരിക്കുന്നുണ്ട് മോള്. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഫ്രഷായി വന്ന് പാടിയപ്പോൾ കുറച്ചും കൂടെ വായൊക്കെ തുറന്ന് ഇപ്പോൾ കുറേശ്ശെ പഴയതിലേക്ക് പോയി തുടങ്ങണു. അത് പോവരുത്. ഫൈനലിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേജിൽ വെച്ചെങ്ങാനും നമുക്കറിയില്ല. ഫൈനലിൽ നിൽക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഞാൻ താഴെ എഴുതി പേനെറിയും മേലേക്ക്. അപ്പോൾ അസാധ്യമായിട്ട് പാടി. എനിക്കിഷ്ടമാണ് ഈ പാട്ട്. ഹരിണി എന്ന് പറഞ്ഞ ഒരു സിംഗർ നിങ്ങളെപ്പോലെ കൊച്ചുനാളിൽ പാടി തുടങ്ങിയതാണ്. ഹരിണിയും വളരെ ഭംഗിയായിട്ട് പാടിയിട്ട് ഐ തിങ്ക് ഷീ ഗോട്ട് സ്റ്റേറ്റ് അവാർഡ് ഫോർ ദിസ്. ഈ മോളെ ഈ പാട്ട് ശരിക്കും ആ ഒരു സെക്കൻഡ് ചരണത്തിലെ സംഗതി ഞെട്ടി. ക്രിസ്പും ക്ലിയർ ആയിരുന്നു. അത് ഇങ്ങനെ പെറുക്കി എടുത്തു. സ്വരസ്ഥാനങ്ങളൊക്കെ കറക്റ്റായിട്ട്. ചിത്ര ചേച്ചി വേണമായിരുന്നു ആക്ച്വലി ഇവിടെ. എനിവേ ഗ്രേറ്റ്. താങ്ക് യു ചേട്ടാ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. പക്ഷെ ഒരു കാര്യം, എനിക്കും ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു ആ വരികൾ. എനിക്കും വലിയ തമിഴൊന്നും അറിയില്ല, പക്ഷെ അറിയണ തമിഴ് ഞാനൊന്ന് എടുക്കാൻ നോക്കുമായിരുന്നു. എൻ്റെ പാടുമ്പോൾ ഒന്നും തിരിയണില്ലായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ അങ്ങനെ ഊഹിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണത് എന്തറിയോ, ട്യൂണിന് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ വരിക്കും ഒരു പാട്ടിന് പ്രാധാന്യമുണ്ട്. പാട്ട് എന്ന് പറയുന്നത് ട്യൂൺ ഭയങ്കരമായി പാടണതല്ല. പാട്ട് എത്രത്തോളം അതിൻ്റെ വരി ഉച്ചരിക്കുന്നോ അത്രയും വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ ആ പാട്ട് മുഴുവനാവുള്ളൂ. ഇവ ട്യൂൺ ഭീകരമായി പാടി, നീ ആ സ്റ്റൈലൊക്കെ നന്നായി പാടി. അതിൽ മാത്രം അല്ല പോയിന്റ് ഇരിക്കുന്നത് അതിൻ്റെ വരി എത്രത്തോളം. ദാസേട്ടൻ്റെയൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടോ? ആ വാക്ക് ഇങ്ങനെ മണി മാറി വരും. അതാണ് ആ പാട്ടിൻ്റെ കംപ്ലീഷൻ എന്ന് പറയണത്. അപ്പോൾ അത് പാടിയ അങ്ങനെയും കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം ഈ ഒരു പ്രായത്തിൽ അത് എല്ലാം എല്ലാം പാട്ടെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ട്യൂണും ആ സംഗതികളും ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ വരിക. പക്ഷെ അതുപോലെ തന്നെ വാല്യൂ ഉള്ളൊരു സംഭവമാണ് വരി കേട്ടോ. അപ്പോൾ അത് ചിന്തിച്ച് ഇനി വരും കാലങ്ങളിൽ അത് പ്രാക്ടീസ് ചെയ്ത് ഒരു മുഴുവൻ പാട്ടുകാരിയാവുക. ഞാനിപ്പോൾ മുഴുവൻ പാട്ടുകാരി അല്ല, ചെറിയൊരു വാവേണ് നീ കേട്ടോ. ഇനി പാട്ടുകാരി ആവുമ്പോൾ ഇതെല്ലാം മനസ്സിൽ കയറ്റുക കേട്ടോ. അപ്പോൾ എന്താണ് ഞങ്ങളിങ്ങനെ പറയണത്, ഈ വായ തുറന്ന് പാടുക അങ്ങനെ ആക്ക്, അതൊക്കെ അതിൻ്റെ ഇതിന് വേണ്ടി പറഞ്ഞു തരണതാ. ഓക്കെ, പക്ഷെ നന്നായി പാടി. താങ്ക് യു. മാർക്ക് അറിയാം? ഓക്കെ, വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. യെസ്. സുജാത ചേച്ചി. ഓക്കെ, റെഡി? ഞാൻ കണ്ടു. ചേച്ചി റെഡി? നമ്മുടെ ബോക്സിന്റെ ഉള്ളിൽ റൈറ്റ് അവേ പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫിനാലേക്ക് പോകാൻ പറ്റട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. അഞ്ജലി, നമ്മുടെ ചേച്ചി നമ്മുടെ ജഡ്ജസ് ഒക്കെ പറഞ്ഞ പോലെ 2-3 സെമി ഫൈനൽസ് വേണ്ടി വരും. അതെ ഉറപ്പായിട്ടും അവരൊക്കെ പെർഫോമൻസ് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതെ, കാരണം എല്ലാവരും ഒന്നിനൊന്ന് രണ്ടും തരം ഒരു യുദ്ധ പോരാട്ട ഭൂമിയാക്കി മാറ്റി. ശരിക്കും അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ, എന്തായാലും വി ഹാവ് ഒരു കപ്പിൾ ഓഫ് എപ്പിസോഡ്സ് മോർ അല്ലേ സെമി ഫൈനൽ തീർക്കാനായിട്ട്.
So, with much more exciting episodes, we are coming to you. So, till then, keep watching. Superstar Junior. Junior. Sujata Sarees. Designed by Style Sarees. Spencer Junction, Palayam, Trivandrum.